ഭദ്രകാളി ദേവി. ഭദ്രകാളി ദേവി എന്ന് പറയുമ്പോൾ, ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞാൽ ആരാണ്? ആദിപരാശക്തിയുടെ ഒരു രൂപമാണ് ഭദ്രകാളി ദേവി, അല്ലെങ്കിൽ ആദിപരാശക്തിയാണ് ഭദ്രകാളി ദേവി. ഭദ്രകാളി ദേവി എന്ന് പറയുമ്പോൾ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന അമ്മയാണ് ആര്? ഭദ്രകാളി ദേവി. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ഒട്ടുമിക്ക കുടുംബക്ഷേത്രങ്ങളിലും ദേവത ആരായിരിക്കും? ശ്രീ ഭദ്രകാളി ദേവിയായിരിക്കും. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ദേവീക്ഷേത്രങ്ങളാണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുണ്ട്. ഭദ്രകാളി ദേവി ആദിപരാശക്തിയിൽ നിന്നും ഉണ്ടായതാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആദിപരാശക്തിയുടെ ഒരു രൂപമാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ശിവൻ തൻ്റെ ജഡമെടുത്ത് ഭൂമിയിലേക്ക് എറിയുകയും അതിൽ നിന്നുമാണ് ഭദ്രകാളി ദേവി ഉദയം ചെയ്തത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഭദ്രകാളി ദേവി ആദിപരാശക്തി തന്നെയാണ്. അതുപോലെ തന്നെ വിക്രമാദിത്യ ചക്രവർത്തിയോട് വേതാളം പറയുന്നുണ്ട്, അല്ലയോ മഹാരാജാവേ, രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ, അത് ശ്രീ ഭദ്രകാളി ഭജനം മാത്രമാണ് എന്ന് വേതാളം വിക്രമാദിത്യ ചക്രവർത്തിയോട് പറഞ്ഞിട്ടുണ്ട്. ആ കഥയൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. അതുപോലെ തന്നെ ദക്ഷയാഗം കഥയില് വീരഭദ്രസ്വാമികൾ ദക്ഷനെ വധിക്കുവാനായി പാഞ്ഞെടുക്കുന്നു. ഈ സമയത്ത് നാരായണന്റെ ഉള്ളതിനാൽ വീരഭദ്രസ്വാമികൾക്ക് ദക്ഷനെ വകവരുത്താൻ കഴിയാതെ വരുന്നു. ഈ സമയത്ത് നാരായണൻ വീരഭദ്രസ്വാമികളെ ബന്ധനത്തിലാക്കുന്നു. ഈ സമയത്താണ് ശിവൻ തൻ്റെ ജഡമെടുത്ത് ഭൂമിയിലേക്ക് എറിയുകയും അതിൽ നിന്ന് ഭദ്രകാളി ദേവി ഉടലെടുക്കുകയും ചെയ്യുന്നു. ഭദ്രകാളി ദേവിയാണ് വീരഭദ്രസ്വാമികളെ നാരായണ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുകയും പിന്നീട് വീരഭദ്രസ്വാമികൾ പോയി ദക്ഷന്റെ തല വെട്ടുകയൊക്കെ ചെയ്യുന്നത്. ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശക്തിയാണ്, ശക്തിയുടെ ഉറവിടമാണ്. ബ്രഹ്മാദി ദേവകൾ പോലും ആപത്ഘട്ടത്തിൽ സ്മരിക്കുന്നത് ആരുടെ രൂപമാണ്? ദേവിയുടെ രൂപമാണ്. ഈ സമയത്ത് ദേവി ഭദ്രകാളി ദേവിയായിട്ടോ അല്ലെങ്കിൽ ശ്രീ ദുർഗാദേവിയായിട്ടോ അവതരിച്ച് ദേവന്മാർക്കും സൽജനങ്ങൾക്ക് എന്തെയ്യുന്നു? രക്ഷ നൽകാറുണ്ട്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഒട്ടുമിക്ക കുടുംബക്ഷേത്രങ്ങളുടെയും ദേവത ആരായിരിക്കും? ശ്രീ ഭദ്രകാളി ദേവി തന്നെയായിരിക്കും.